തലേദിവസം വരും. തലേദിവസം ഇങ്ങനെ കുറച്ച് സുഹൃതേപ്പങ്ങളൊക്കെ ചൊല്ലി ഇങ്ങനെ ഈശോയെ സ്വീകരിക്കാൻ പോകാനുള്ള നോക്കത്തിന് എനിക്കിങ്ങനെ കൊതി വരുമായിരുന്നു. അപ്പം ഞാൻ ഈശോയുടെ പാട്ട് പാടും. എന്നാൽ സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. ഒരു കൂട്ടുകാരനെ പോലെ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ ഈശോയോട് ഞാനിങ്ങനെ സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. പിന്നെ ഈ സ്തുതിക്കുന്നതൊക്കെ ഒച്ചപ്പാടല്ലേ, എന്തിനാ ഇങ്ങനെ സ്തുതിക്കുന്നതെന്നൊക്കെ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നേ. ഈ ലോകത്തെക്കാളുപരിയായി, എൻ്റെ ജീവനേക്കാളുപരിയായി ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു. എന്റെ ഈശോയെ, ഈ ലോകത്തെക്കാളുപരിയായി, എന്റെ ജീവനേക്കാളുപരിയായി ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു. ഈശോയുടെ സ്നേഹം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്ത ഒരു കാര്യത്തെ പറ്റി ഞാൻ പറയാൻ വേണ്ടി പോകുന്നേ. എൻ്റെ പേര് സ്നേഹ, എൻ്റെ വീട് വയനാട്. ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾ ഇത്രയും പേര് ഇങ്ങനെ കാണാനും ഇവിടെ ഇങ്ങനെ നിൽക്കാനും ഇവിടെ ആയിരിക്കാനൊക്കെ ഒരു തമ്പുരാൻ അവസരം നൽകിയതിനെ ഓർത്ത് ആദ്യം ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ വീട്ടിൽ പപ്പയുണ്ട്, അമ്മയുണ്ട്, എനിക്ക് 2 അനിയന്മാരുള്ളേ. ഞാൻ ACCക്ക് പഠിക്കുക. ഞാൻ വരുന്ന വഴി അച്ഛൻ പറഞ്ഞു ഇവിടെ CA ACC ഒക്കെ പഠിക്കുന്ന പിള്ളേരുള്ളതെന്ന്. ACCക്ക് പഠിക്കുന്നവർ കഴിയുമ്പോ നമ്മളൊക്കെ സെയിം ആണേ. ഞാൻ ACCക്ക് പഠിക്കുക. അപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോഴത്തേനും എനിക്കങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞു തരാനോ ഭയങ്കര പ്രസംഗിക്കാനോ ഒരു ക്ലാസ് എടുക്കാനോ അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് അറിയാവുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചാണ് ഞാനിന്ന് ഇവിടെ ആയിരിക്കുന്നത്. ആദ്യമേ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ആരെങ്കിലും നമ്മൾ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചു, പപ്പയമ്മയും കൊണ്ടേ മാമോദീസ മുക്കി, അപ്പോൾ അങ്ങനെ നമ്മൾ ക്രിസ്ത്യാനിയായി, നമ്മൾ പള്ളിയിൽ പോകാൻ തുടങ്ങി, വേദോള ക്ലാസ്സിന് വിട്ടു, അങ്ങനെ +2 വരെ പഠിച്ചു. +2 വേദോളം കഴിഞ്ഞവരായിരിക്കുമല്ലോ നമ്മളെല്ലാവരും, അല്ലേ? വേദോളം കഴിഞ്ഞില്ലേ? അപ്പോൾ വേദോളം കഴിഞ്ഞ് ഇപ്പോൾ ഇന്നോ നാളെയൊക്കെ ആയിട്ട് ഏതെങ്കിലും ഒരാൾ വന്ന് നമ്മുടെ അടുത്ത് ചോദിക്കണം, നീ ഒരു ക്രിസ്ത്യാനിയാണോ? ക്രിസ്ത്യാനി അല്ലേ, ഞാൻ കേട്ടിട്ടില്ല. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് എന്താ? ക്രിസ്ത്യാനി നീ കേട്ടിട്ടില്ലല്ലോ. ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ എന്താ, ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാ നമ്മൾ ആൻസർ പറയാൻ പോകുന്നത്? ബെനഡിക്ട് 16 മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്ത്യാനിറ്റി എന്ന് പറയുമ്പോഴത്തേനും ഒത്തിരി നിയമങ്ങളുടെയും ഇങ്ങനെ ചട്ടങ്ങളുടെയൊക്കെ ഒരു ഫ്രെയിംവർക്കിനകത്ത് ഇങ്ങനെ ജീവിച്ച് തീർക്കേണ്ട ജീവിതമല്ല. നിയമങ്ങൾക്കനുസരിച്ച് പപ്പയമ്മയും മാമോദീസ മുക്കിയതോട് കഷ്ടപ്പെട്ട് ക്രിസ്ത്യാനിയായി കഷ്ടപ്പെട്ട് മടിച്ച് വേദോളത്തിന് പോയി അങ്ങനെ ജീവിച്ച് തീർക്കേണ്ട ഒരു ജീവിതമല്ല. മറിച്ച് ക്രിസ്തു ഒരു 33 വയസ്സുകാരൻ ജൂയിഷ് കാർപ്പൻറ്ററുമായിട്ട് ഓരോ ക്രിസ്ത്യാനിക്കും പേഴ്സണൽ എൻകൗണ്ടർ കിട്ടണം. അവൻ ക്രിസ്ത്യാനിയുടെ ലൈഫിൽ ഒരു പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടായിരിക്കണം എന്നാണ് ബെനഡിക്ട് 16 മാർപ്പാപ്പ പറയുന്നത്. ഈ 33 വയസ്സുകാരൻ ജൂയിഷ് കാർപ്പൻറ്റർ ആരാന്നറിയാവോ? റെസ്പോൺസ് പോരാ. അയ്യോ, ഇത്രയും പേര് ഇവിടെ ഇരുന്നിട്ട് കുറച്ചൊച്ച കേൾക്കുന്നോളൂ. ആരാ? ഈശോയാ. 33 വയസ്സുകാരൻ ജൂയിഷ് കാർപ്പൻറ്റർ നമ്മുടെ ഈശോയാ. അപ്പൊ ഈശോയുമായിട്ട് ഓരോ ക്രിസ്ത്യാനിക്കും ഒരു പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടായിരിക്കണമെന്നാണ് ബെനഡിക്ട് 16 മാർപ്പാപ്പ പറയുന്നത്. അപ്പൊ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ലൈഫിൽ എനിക്കുണ്ടായ ഒരു ജീസസ് എൻകൗണ്ടറിനെ പറ്റിയിട്ട് നിങ്ങളുമായിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുവാണേ. ഞാൻ എൻ്റെ വീട് ഭയങ്കര പള്ളിയുടെ അടുത്താട്ടോ. എൻ്റെ വീടും പള്ളിയും ഭയങ്കര തൊട്ടടുത്താണേ. അപ്പൊ കുഞ്ഞിനെ തൊട്ട് ഈ പപ്പയും അമ്മയും രാവിലെ ഇങ്ങനെ എണീപ്പിച്ച് പള്ളി പോകുന്നുണ്ട്. ഞാൻ പണ്ടൊരു മടിച്ചായിരുന്നു. അപ്പൊ എനിക്ക് പള്ളി പോലൊക്കെ തണുപ്പൊക്കെ ഇല്ല. അപ്പൊ രാവിലെ കടന്നുറങ്ങാൻ നല്ല സുഖമാണ്. അപ്പൊ ഇതിങ്ങനെ വിളിച്ചെണീപ്പിച്ചോണ്ട് പോകുന്നോണ്ട് ഇങ്ങനെ പള്ളിയിൽ പോകും, വേറോടെ ക്ലാസ്സിലൊക്കെ പോകും. പിന്നെ രാത്രി കുരിശ് വരയ്ക്കുന്നതുകൊണ്ട് വരയ്ക്കും, മടിച്ച് ഉറക്കം തോന്നി അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി കുരിശ് വരയ്ക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ. പിന്നെ ഞാൻ ഓർക്കുമായിരുന്നു ഇങ്ങനെ ഉറക്കെയൊക്കെ പ്രാർത്ഥിക്കുക എന്തിനാ? അപ്പൊ നമ്മൾ പയ്യെ സംസാരിച്ചാലും പ്രാർത്ഥിച്ചാലും ഈശോ കേൾക്കില്ലേ? അങ്ങനെ ഓർക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആരുമില്ലേ? പക്ഷെ ഞാനെന്നാ ഓർക്കുമായിരുന്നു, എന്താ ഇങ്ങനെ ഉറക്കെയൊക്കെ പ്രാർത്ഥിക്കണം, പയ്യെ പ്രാർത്ഥിച്ചാൽ ഈശോ കേൾക്കുമല്ലോ. പിന്നെ ഇങ്ങനെ കയ്യൊക്കെ ഉയർത്തി വെച്ച് പ്രാർത്ഥിക്കുന്ന എന്തിനാ? കൈ താത്തി വെച്ച് ഇങ്ങനെ ഇരുന്നാൽ കൈ ഊപ്പി പിടിച്ചാൽ ഈശോ കേൾക്കത്തില്ലേ? പിന്നെ ഈ സ്തുതിക്കുന്നതൊക്കെ ഒച്ചപ്പാടല്ലേ, എന്തിനാ ഇങ്ങനെ സ്തുതിക്കുന്നതെന്നൊക്കെ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നേ. അങ്ങനെ ഒരു മടിച്ചു കൊച്ചായിരുന്നു. പ്രാർത്ഥിക്കാനും കുരിശ് വരയ്ക്കാനും വെള്ളി പോകാനൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഇപ്പൊ അമ്മയും കുത്തി എണിപ്പിച്ചോണ്ട് പോകുന്നോണ്ട് എന്നെ എൻ്റെ അനിയന്മാരെ ഏൽപ്പിച്ച് പോകുന്നോണ്ട് അവരുടെ കൂടെ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരുന്നു എൻ്റെ കുഞ്ഞിനെയൊക്കെ. അത് കഴിഞ്ഞ് അങ്ങനെ കുറെ കാലം ഞാൻ ജീവിച്ച് ഇതിനൊരു ചെറിയ വ്യത്യാസം വന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കൊറോണയൊക്കെ വന്നല്ലോ. 2019 കൊറോണയൊക്കെ വന്ന് നമ്മുടെ ദേവാലയങ്ങളൊക്കെ ഇങ്ങനെ അടച്ചു പോയപ്പോഴത്തേനും എൻ്റെ വീടിനടുത്ത പള്ളി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ ഇന്നും പള്ളിയിൽ പോകുകൊണ്ട് കുർബാനയ്ക്ക് പോകുമായിരുന്നു. പള്ളിയൊക്കെ അടച്ചു പോയപ്പോഴത്തേനും എനിക്ക് വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ പറ്റാതെയായി. അതുവരെ എൻ്റെ ലൈഫിൽ ജസ്റ്റ് എൻ്റെ റൂട്ടീൻ്റെ ഭാഗമായിട്ട് ഞാൻ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പോലെ തന്നെ
ചെയ്ത് തീർത്ത് എൻ്റെ കടമ തീർത്തുകൊണ്ടിരുന്ന പോലെയാണ് ഞാൻ കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. അതുവരെ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന കുർബാനയുടെ ഒരു വിലയും ഒരു മൂല്യവും എൻ്റെ ജീവിതത്തിലെ വിശുദ്ധ കുർബാനയ്ക്ക് എന്തോരം പ്രാധാന്യം ഉണ്ട് എന്നൊക്കെ ഞാൻ എൻ്റെ ആ ഒരു ജീവിതത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ ഞാനിങ്ങനെ മനസ്സിലാക്കുമായിരുന്നേ. വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ പറ്റാതായപ്പോഴത്തേനും എനിക്ക് ഒത്തിരി വിഷമമായി. ഉള്ളപ്പോൾ ഞാൻ അതിൻ്റെ വില മനസ്സിലാക്കിയില്ല. അങ്ങനെ എനിക്ക് പോകാൻ പറ്റാതായപ്പോഴത്തേനും വിശുദ്ധ കുർബാന ഇല്ലാതെ എൻ്റെ ഒരു ദിവസം പോലും കംപ്ലീറ്റ് ആവുന്നില്ല. എൻ്റെ ഡേ ഇൻകംപ്ലീറ്റ് ആയിരുന്നേ. അപ്പോൾ ഞാനിങ്ങനെ ഒത്തിരി വിഷമിച്ച് ഇങ്ങനെ വിശുദ്ധ കുർബാനയുടെ ഒരു മൂല്യം ഒരു പ്രാധാന്യമൊക്കെ മനസ്സിലാക്കിയ ഒരു കാലഘട്ടമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പള്ളിയൊക്കെ തുറക്കുന്ന സമയമായപ്പോഴത്തേനും ഞാനിങ്ങനെ ഒത്തിരി കൊതിയായിരുന്നു കുർബാനയ്ക്ക് പോകാൻ വേണ്ടി. കൊതിയോടെ ഇങ്ങനെ ആഗ്രഹത്തോടെ വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ നാളെ കുർബാനയ്ക്ക് പോകണമെങ്കിൽ ഞാൻ ഇങ്ങനെ തലേദിവസം വരുന്നു. തലേദിവസം ഇങ്ങനെ കുറച്ച് സുഹൃതയപ്പങ്ങൾ അങ്ങ് ചെല്ലി ഇങ്ങനെ ഈശോയെ സ്വീകരിക്കാൻ പോകണമല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേനും എനിക്കിങ്ങനെ കൊതി വരുമായിരുന്നു. അങ്ങനെ കൊതിയോടെ ആഗ്രഹത്തോടെ വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം തുടങ്ങി. അങ്ങനെ ഞാൻ വിശുദ്ധ കുർബാനയായിട്ട് പയ്യെ വിശുദ്ധ കുർബാനയായിട്ട് ഒരു ചെറിയ ബന്ധത്തിലൊക്കെ ഈശോയായിട്ട് ഇങ്ങനെ കുഞ്ഞു ബന്ധത്തിലൊക്കെ ആ സമയത്ത് ഇങ്ങനെ ആയി. അത് കഴിഞ്ഞിട്ട് അങ്ങനെ കുറേ കാലം ജീവിച്ചു. കുറേ കാലം അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇതിനകത്തൊരു മേജർ ട്വിസ്റ്റ് വരുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീട്ടിൽ പപ്പയും അമ്മയും 2 അനിയന്മാരും. അപ്പോൾ ഇവരെയൊക്കെ വിട്ടിട്ട് ഞാൻ +2 കഴിഞ്ഞ് ACC പഠിക്കാൻ വേണ്ടി പോകും. വയനാട്ടിൽ അതിനുള്ള സൗകര്യമില്ല ACC പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കോഴിക്കോട്ടേക്ക് ഹോസ്റ്റലിലേക്ക് മാറി. ഹോസ്റ്റലിലേക്ക് മാറിയപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പയും അമ്മയും 2 അനിയന്മാരും വീട്ടിൽ, ഞാൻ മാത്രം ഹോസ്റ്റലിൽ. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേനും അവരൊക്കെ ഒരുമിച്ച്, ഞാൻ മാത്രം വേറെ. അപ്പോൾ എനിക്ക് ഒത്തിരി വിഷമം, എനിക്ക് ഭയങ്കര ഹോം സിക്നെസ് ഒക്കെ ആയിരുന്നേ. എന്നിട്ട് ഞാനിങ്ങനെ എനിക്ക് അവരവിടെ നിൽക്കുമ്പോൾ ഞാൻ മാത്രം വേറെ. അപ്പം വിഷമത്തോടെയാണ് ഞാനിങ്ങനെ ഹോസ്റ്റലിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞ് ഹോസ്റ്റലിൽ വരുമ്പോൾ ഈശോ ഒറ്റ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, ഈശോയെ ഞാൻ ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, കുർബാന ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. കുർബാന ഇല്ലാത്തൊരു ദിവസം ഇൻകംപ്ലീറ്റ് ആവും, എന്തോ കംപ്ലീറ്റ് ആവാത്ത പോലത്തെ ഇതാണ്, എനിക്കൊരു വിഷമമാണ്. അപ്പോൾ ഞാനിങ്ങനെ ഈശോയോട് പറഞ്ഞാലും, ഈശോയെ എനിക്ക് ഹോസ്റ്റലിൽ അടുത്ത് തന്നെ ഒരു പള്ളി എങ്ങനെയെങ്കിലും ശരിയാക്കി തരാമോ? എനിക്ക് എന്നും പള്ളിയിൽ പോകാനായിരുന്നു, കുർബാനയ്ക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ കുർബാന മുടങ്ങാത്ത രീതിക്ക് ഹോസ്റ്റലിൻ്റെ അടുത്ത് തന്നെ ഒരു പള്ളി എങ്ങനെയെങ്കിലും റെഡിയാക്കി തരാമോ ഈശോയെ? അങ്ങനെ ചോദിച്ചിട്ടാണ് ഞാൻ പോയത്. അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ കോഴിക്കോട് ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ വ്യക്തി, ഞാൻ ഇങ്ങനെ ഒരു പള്ളി ഹോസ്റ്റലിൽ കണ്ടിട്ടില്ല. പറഞ്ഞ വിശ്വസിക്കുന്നോട് മതിലിൻ്റെ അപ്പുറവും ഇപ്പുറവും കുറച്ച് സ്റ്റെപ്പുകൾ മാത്രം, എൻ്റെ ഹോസ്റ്റലിൽ ഇറങ്ങി എനിക്ക് സ്റ്റെപ്പുകൾ മാത്രം വെച്ചാൽ എനിക്ക് ഈശോയുടെ അടുത്ത് പള്ളിയിലെത്താം. എൻ്റെ വീടും പള്ളി അടുത്താന്ന് പറഞ്ഞില്ല, അതിനേക്കാളും അടുത്ത് എനിക്ക് ഹോസ്റ്റലും പള്ളിയും ഈശോ റെഡിയാക്കി തന്നെ. അങ്ങനെ ഞാൻ ഹോസ്റ്റലിലേക്ക് മാറി. എന്നും കുർബാനയ്ക്ക് പോകുമായിരുന്നു. ഈ ഒരു സമയത്ത് എനിക്കങ്ങനെ അവിടെ ചെന്ന് പെട്ടെന്ന് കൂട്ടുകാരൊന്നും ആവുന്നില്ല. ഇവിടുന്ന് എനിക്ക് +2 കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ വൈബൊക്കെ അടിച്ച് നടന്നായിരുന്നേ. അത് കഴിഞ്ഞ് എനിക്ക് ഹോസ്റ്റലെത്തിയിട്ട് നല്ല കൂട്ടുകാരെ ഒന്നും കിട്ടുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെടുന്ന അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല കൂട്ടുകാരൊന്നും. അപ്പോഴത്തേക്ക് ഒന്നാമതേ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന വിഷമം, പിന്നെ കൂട്ടുകാരില്ലാത്ത വിഷമം, പിന്നെ ഹോസ്റ്റൽ അതിൻ്റെതായ ബുദ്ധിമുട്ട്, ഭക്ഷണം ഒക്കെ ബുദ്ധിമുട്ട്, അങ്ങനെ മൊത്തത്തിലൊരു വിഷമം പിടിച്ചൊരു അവസ്ഥയായിരുന്നേ. ആ ഒരു സമയത്ത് എനിക്ക് ഒത്തിരി സമാധാനവും സന്തോഷം കിട്ടിയിരുന്നത് വിശുദ്ധ കുർബാനയിൽ നിന്നായിരുന്നേ. ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം കറക്റ്റായിട്ട് നടന്നു പോകുന്ന, ഇപ്പോഴും നടക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നത് മാത്രം. വീട്ടിൽ പോകാൻ പറ്റുന്നില്ല, കൂട്ടുകാരുടെ എല്ലാം തെറ്റി, എൻ്റെ എല്ലാ കാര്യങ്ങളും തെറ്റിക്കിടക്കുക. ആകെ കറക്റ്റായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നത് മാത്രമാണ്. അങ്ങനെ വിശുദ്ധ കുർബാനയിൽ ചെന്നിട്ട് വിശുദ്ധ കുർബാനയിൽ ഞാനിങ്ങനെ ഒരു സമാധാനം കണ്ടെത്താൻ വേണ്ടി തുടങ്ങി. ഞാൻ ഇങ്ങനെ രാവിലെ ഇങ്ങനെ കുർബാനയ്ക്ക് പോയി ഒത്തിരി വിഷമമാണ്, വീട്ടിൽ പോകാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ കൂട്ടുകാരില്ല, ഒരു രസമില്ല അവിടെ പോയിട്ട്. അങ്ങനെ ഒത്തിരി വിഷമമാണ്. അപ്പോൾ ഞാനിങ്ങനെ കുർബാനയ്ക്ക് രാവിലെ പോയിട്ട് ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഒത്തിരി നമ്മളിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴത്തേനും വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനകൾക്കും പാട്ടുകൾക്കൊക്കെ ഒത്തിരി ഫീലാണ്. ഒന്നാമതേ വിഷമിച്ച് നിൽക്കുന്നത്, അപ്പോൾ വരികൾക്കൊക്കെ ഭയങ്കര അർത്ഥം പോലെയൊക്കെ എനിക്കിങ്ങനെ ഫീൽ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഞാനിങ്ങനെ ഒത്തിരി ശ്രദ്ധയോടെയും ഭക്തിയോടെയൊക്കെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ വേണ്ടി തുടങ്ങി. ആ ഒരു സമയത്ത് ഞാനിങ്ങനെ എൻ്റെ ജീവിതത്തിന് ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുമായിരുന്നു, ഈശോ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടല്ലോ. ഈശോയുടെ കൂട്ട് എൻ്റെ ജീവിതത്തിന് ആ ഒരു കാലഘട്ടത്തിൽ ഞാനിങ്ങനെ മനസ്സിലാക്കുമായിരുന്നേ. ഞാനിങ്ങനെ കുറച്ച് പാട്ട് പാടും. അപ്പോൾ കൂട്ടുകാരെയൊന്നും കിട്ടിയില്ലല്ലോ, അപ്പോൾ സംസാരിക്കാനൊന്നും ആരുമില്ല, വീട്ടിലോട്ട് വിളിച്ച് സംസാരിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ. അപ്പം അത് കഴിഞ്ഞ് എനിക്ക് ബാക്കി കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി കൂട്ടുകാരില്ലാത്തതുകൊണ്ട് ഞാൻ പയ്യെ എന്നാ ചെയ്യുന്നറിയോ, ഞാനിങ്ങനെ പാട്ട് പാടി കുറച്ച്. അപ്പോൾ ഞാനിങ്ങനെ ഈശോയോട് ആദ്യം പാട്ട് പാടി ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. എന്ത് ഇമോഷൻ ഉണ്ടെങ്കിലും പാട്ടിലൂടെ ഈശോയായിട്ട് ഇങ്ങനെ കൺവേ ചെയ്യും. അപ്പോൾ സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും എക്സൈറ്റ്മെൻ്റ് ആണെങ്കിലും ഞാനൊരു പാട്ട് ഉണ്ടാക്കി പാടും, അല്ലെങ്കിൽ ഉള്ള പാട്ട് തന്നെ പാടും. അതൊക്കെ ഞാനിങ്ങനെ പാടാൻ വേണ്ടി തുടങ്ങി. ഇപ്പോൾ റൂമിൽ ആരും ഇല്ലെങ്കിൽ ഞാൻ ഉറക്കെയൊക്കെ പാടും. ആദ്യം ഉറക്കം പ്രാർത്ഥിക്കാനും അങ്ങനെ പാട്ട് പാടാനൊക്കെ മടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ റൂമിൽ ആരും ഇല്ലെങ്കിൽ ഈശോയുടെ കൂട്ടായല്ലോ, അപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഉറക്കെയൊക്കെ ഇങ്ങനെ പാട്ട് പാടാൻ വേണ്ടി തുടങ്ങി. റൂമിൽ ആരും ഉറക്കെ പാട്ട് പാടും. എനിക്ക് സങ്കടവും വന്നുകൊണ്ടിരുന്നപ്പോഴത്തേനും ആ സമയത്ത് ഞാനിങ്ങനെ പാടിക്കൊണ്ടിരുന്നൊരു പാട്ട് ഇപ്പോൾ പാടാവേ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ വാങ്ങി
കൂടെയും എൻ്റെ ഓരോ ഇമോഷൻസും ഈശോയ്ക്ക് ഇങ്ങനെ കൺവേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ എനിക്ക് ഒത്തിരി രസമാണ്, എനിക്ക് ഒത്തിരി സന്തോഷം തോന്നാൻ തുടങ്ങി. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, ഈശോയുടെ കൂടെ ഉണ്ടല്ലോ, ഈശോയാണല്ലോ എൻ്റെ കൂട്ടുകാരൻ. എന്നോട് കൂട്ടുകൂടാൻ ആഗ്രഹിച്ച് ഞാൻ മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തൊട്ടേ ഈശോ എൻ്റെ കൂടെ തന്നെയുണ്ട്. ഈ നിമിഷം വരെ ഈശോ എൻ്റെ കൂടെ തന്നെയുണ്ട്. അപ്പം ഞാൻ ആ ഈശോയുടെ കൂട്ട് മനസ്സിലാക്കാത്തത്, അങ്ങനെ ഈശോയുടെ കൂട്ട് ഞാൻ ആ ഒരു സമയത്ത് ഇങ്ങനെ മനസ്സിലാക്കുക. പിന്നെ ഞാൻ ഈശോയോട്, പിന്നെ എനിക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കൂട്ടുകാരൊന്നും ആവുന്നില്ല. അപ്പം ഞാൻ ഈശോയോട് പാട്ട് പാടും, എന്നാലും സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. ഒരു കൂട്ടുകാരനെ പോലെ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ ഈശോയോട് ഞാനിങ്ങനെ സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. എന്തുണ്ടെങ്കിലും വിഷമമാണെങ്കിലും സങ്കടമാണെങ്കിലും വർത്താനം പറയും ഈശോയോട്. ഇങ്ങനെ ക്ലാസ്സിലേക്ക് പോകുന്ന വഴിക്ക്, ക്ലാസ്സിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക്, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒക്കെ ഞാനിങ്ങനെ ഈശോയോട് സംസാരിക്കാൻ തുടങ്ങി. ഇപ്പം എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം ഇങ്ങനെ ഫുഡിനൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ സിസ്റ്ററോട് ഇങ്ങനെ പറയുമായിരുന്നു, സിസ്റ്റർ ഇങ്ങനെയാണ് ഭക്ഷണം, അങ്ങനെ അല്ല വീട്ടിലോടൊക്കെ ഇങ്ങനെ പറയുമായിരുന്നേ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിനോട് പറയാമല്ലോ, ബാക്കിയുള്ളവരോട് എന്തിനാ കംപ്ലൈൻറ്റ് പറയുന്നത്, ഞാൻ എൻ്റെ ഈശോയോട് ഇങ്ങനെ പറയാൻ വേണ്ടി തുടങ്ങി. ഈശോയെ എന്നാണെങ്കിൽ ചായക്ക് മധുരം കുറവാണല്ലോ, കറിക്കാണെങ്കിൽ ഭയങ്കര ഉപ്പ്, അങ്ങനെയൊക്കെ ഞാൻ ഈശോയോട് ഇങ്ങനെ കംപ്ലൈൻറ്റ് പറയാം. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ ഈശോയോട് ഷെയർ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഒത്തിരി രസമാണ്, ഈശോയോട് കൂടി കഴിഞ്ഞാൽ ഒത്തിരി രസമാണ്. ബൈബിളില് വെളിപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും. എൻ്റെ ജീവിതത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുമായിരുന്നു, ഈശോ ആദ്യം മുതലേ എൻ്റെ കൂടെയുണ്ട്. ഞാൻ ജനിക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ പപ്പയും അമ്മയും എന്നെ അറിയുന്നതിന് മുന്നേ തന്നെ എൻ്റെ നമ്പരാനും എന്നെ അറിയാമായിരുന്നേ. അപ്പൊ ഈശോ എപ്പോഴും എന്നോട് കൂട്ടുകൂടാൻ ആഗ്രഹിച്ച് എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഞാൻ അത് മനസ്സിലാക്കട്ടെ. ഈശോ എൻ്റെ ഹൃദയമാകുന്ന വാതിലിൽ ഇങ്ങനെ നിരന്തരം മുട്ടിക്കൊണ്ടിരിക്കുമായിരുന്നേ എന്നോട് കൂട്ടുകൂടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാനത് ഇത്രയും കാലം അറിഞ്ഞില്ല. എൻ്റെ കൂട്ടുകാരോ വീട്ടുകാരോ ഒക്കെ ഇല്ലാതെയായി എൻ്റെ ആ ഒരു ലോകത്തേക്കുള്ള ആ ഒരു ഇത് കട്ടായി കഴിഞ്ഞപ്പോഴത്തേനാണ് ഈശോയുടെ കൂട്ട് ഞാൻ ആ ഒരു സമയത്ത് ഇങ്ങനെ മനസ്സിലാക്കുന്നത്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ കൈയൊന്നെടുത്ത് ഹൃദയത്തിലേക്ക് വെക്കാവോ? ഞാനിങ്ങനെ ഒറ്റയ്ക്കാണല്ലോ ഒത്തിരി, എന്നാലും ഇങ്ങനെ വിഷമം വരുമായിരുന്നു. ഹോസ്റ്റലിൽ ഒറ്റയ്ക്കായി പോയല്ലോ ഓർത്ത് ഇങ്ങനെ വിഷമം വരുമ്പോഴത്തേക്ക് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്, ഞാനിങ്ങനെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ കൈ വെച്ചിട്ട് ഞാനിങ്ങനെ കണ്ണടച്ചിരുന്ന് ഇങ്ങനെ ശ്രദ്ധിക്കുകയും നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു നോക്കി. ഫാനിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നോട് കേൾക്കുന്നുണ്ടെന്ന് അറിയത്തില്ല. ഞാനിങ്ങനെ നോക്കുമ്പോഴത്തേനാണ് ഹൃദയം ഇടിക്കുന്നില്ലേ, ടപ്പ് ടപ്പ് ടപ്പ്. ഞാൻ ഈശോയോട് ചോദിക്കും, ഈശോയെ നീ ഉണ്ടോ 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 അങ്ങനെ ചോദിക്കുമ്പോൾ ഈശോ പറയുവാ, ഉണ്ട് ഉണ്ട് ഉണ്ട്, ഞാനിവിടെ ഉണ്ട്, അങ്ങനെ ഈശോ പറയുന്നത്. അപ്പൊ എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. പിന്നെ വേറൊരു കാര്യം ഞാൻ ചെയ്തത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാലും, ഒരു വ്യത്യാസം ഈശോയുടെ കൂട്ടുകൊണ്ടുകഴിഞ്ഞാൽ വ്യത്യാസം ഞാൻ കണ്ടുപിടിച്ച് എന്നാന്ന് വെച്ച് കഴിഞ്ഞാലും, എനിക്ക് ഒത്തിരി ടെൻഷനായിരുന്നേ. ഈ പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോഴത്തേനും തലേദിവസമൊക്കെ എനിക്ക് ഓർക്കാൻ പറ്റില്ല, ഉറങ്ങി തീർത്ത് രാവിലെ എനിക്ക് പരീക്ഷയ്ക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് ഓർക്കാൻ പറ്റില്ല. എനിക്ക് ഒരിക്കലും തീരും ഒത്തിരി ടെൻഷനാണ് പരീക്ഷിക്കാൻ. പിന്നെ ഈശോയുടെ കൂടി കഴിയുമ്പോഴത്തേനും ഞാൻ എന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, പഠിക്കേണ്ടതൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി ആരാ എക്സാമിൻ്റെ കൂടെ വരുന്നതും ഞാൻ പഠിച്ചതൊക്കെ ഓർമ്മിച്ച് തരുന്നതും ഒക്കെ ആരാ. ACCക്ക് പഠിക്കുന്നവർക്കറിയാം 10,000-15,000 രൂപ കൊടുത്തിട്ട് ആ ഒരു എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ ടെൻഷൻ വേറെയാണ്. അപ്പോഴത്തേനും ഈ ഒരു എക്സാം എഴുതാൻ വേണ്ടി പോകുമ്പോഴത്തേനും ടെൻഷനാണ്. അപ്പോൾ ഈ ടെൻഷൻ ഞാൻ പകുതി ടെൻഷൻ ഈശോയ്ക്ക് അങ്ങോട്ടും. ഈശോയാണല്ലോ ഞാൻ പഠിക്കേണ്ടതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി ചെയ്യുന്നതാരാ, ഈശോയല്ല. അപ്പോൾ ഈശോയുടെ കൂടി അങ്ങ് എക്സാമിൽ പോകുന്നതിന് ഒത്തിരി വ്യത്യാസമാണ്. ആദ്യം ഞാൻ എക്സാം എഴുതാൻ പോയിക്കൊണ്ടിരുന്നതും പിന്നെ ഞാൻ എക്സാം എഴുതാൻ ഇപ്പോൾ പോകുന്നതും ഒത്തിരി വ്യത്യാസമാണ്. ഈശോയുടെ സ്നേഹമുണ്ടല്ലോ, ഈശോയുടെ കൂട്ടുകൂടി കഴിയുമ്പോഴത്തേനും ഭയങ്കര രസമാണ്. ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് നിറച്ചു തരുന്ന ആ സ്നേഹവും സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടല്ലോ, ഈ ലോകത്തിൽ എവിടെ പോയാലും വേറെ ആർക്കും നമുക്ക് തരാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് ഒത്തിരി പൈസയുണ്ട്, കുറേ ജോലിയുണ്ട്, നമ്മൾ വെൽ സെറ്റിൽഡ് ആണ്, ഈ ലോകത്തിൽ ജീവിക്കേണ്ടതായിട്ടുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാം നമുക്കുണ്ടെന്ന് ഓർത്തു. എന്നാലും ഞാൻ എവിടെയും വായിച്ചിട്ടുണ്ട്, മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എല്ലാം ഫുൾഫിൽ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ദൈവത്തിന് മാത്രമേ സാധിക്കുള്ളൂ. ദൈവത്തിനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്വര മനുഷ്യന്റെ ഉള്ളിൽ ഇൻബിൽട്ട് ആയിട്ടുണ്ട്. മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ മനുഷ്യന്റെ ഉള്ളിൽ ദൈവത്തെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്വരയുണ്ട്. അപ്പോൾ അതിങ്ങനെ കംപ്ലീറ്റ് ആക്കാൻ, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫുൾഫിൽമെന്റിൽ എത്തണമെങ്കിൽ ദൈവത്തിന് മാത്രമേ അത് സാധിക്കുള്ളൂ. ഈശോ ഉണ്ടല്ലോ നമ്മുടെ ഒരു കുഞ്ഞു കാര്യത്തിനും ശ്രദ്ധാലുവാ. നിങ്ങൾ എൻ്റെ ഡ്രസ്സ് ശ്രദ്ധിച്ചായിരുന്നോ? ഇന്നലെ നടന്നൊരു കാര്യം പറയാമേ, എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഞാനപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് പോകാമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പോകാനുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേന് അമ്മ പറഞ്ഞു എന്നാൽ ഒരു പുതിയ ഡ്രസ്സ് വാങ്ങിത്തരാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇന്നലെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി. അപ്പോഴത്തേന് ഇച്ചിരി പ്രശ്നമാണ്, വേഗം എടുത്തില്ലെങ്കിൽ സമയം പോകും, ബസ് ഒക്കെ പ്രശ്നമാണ്. അപ്പോഴത്തേനും സമയത്തിൻ്റെ പ്രശ്നം ഒത്തിരി നേരം തിരഞ്ഞെടുക്കാൻ എടുക്കാൻ നേരമില്ല. അപ്പോഴത്തേനും ഞാൻ ഇങ്ങനെ ബസ്സിൽ പോകുന്ന വഴി ഈശോയോട് പറഞ്ഞു, ഈശോയെ ഞാൻ എസ് ഭാരത് എന്ന കടയിൽ വരും. അപ്പോൾ ഞാൻ പറയാം, ഈശോയെ ഞാൻ എസ് ഭാരതിലേക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാം. അപ്പോൾ അവിടെ പോയിട്ട് എനിക്ക് മാച്ച് ആവുന്ന ഒരു ഡ്രസ്സ് എടുത്ത് എനിക്കില്ലാത്തൊരു കളറ്, എനിക്ക് എൻ്റെ കറക്റ്റ് സൈസ് ഒക്കെ നോക്കി ഒന്നൊരു ഡ്രസ്സ് എടുത്ത് വെക്കാവോ? ഞാൻ വേഗം ഞാൻ ചെയ്യുന്നുണ്ട്, ഞാൻ ചെന്ന്
ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നൽകും? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നൽകും? വിശുദ്ധ കുർബാനയില് നമ്മൾ ഇങ്ങനെ പാടുന്നില്ലേ? എന്റെ കൂടെ പാടാമോ? നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം യാക്കോബിൻ ദൈവം. അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം നമ്മുടെ തുണയെന്നും. പിന്നെ എന്തിനെ ഓർത്ത് നമ്മൾ പേടിക്കാനാ? മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ സാധിക്കും? കർത്താവായ ദൈവം, എന്റെ തമ്പുരാൻ എന്റെ കൂട്ടിന് എന്റെ കൂടെ. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ സുവിശേഷങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ടേ, ഈശോയുടെ പരസ്യ ജീവിത കാലത്ത് മുഴുവൻ ഈശോ എന്ത് വലിയ കാര്യം ചെയ്യാൻ പോവുകയാണെങ്കിലും രാത്രിയുടെ യാമങ്ങളിൽ ഒത്തിരി നേരം പിതാവായ ദൈവമായിട്ട് ഇങ്ങനെ സംസാരിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെയൊക്കെ ഓരോ കാര്യം തീരുമാനം എടുത്തോണ്ടിരുന്നത്. അപ്പൊ ഈശോ ഈ ലോകത്ത് ജീവിക്കുന്ന കാലത്ത് മുഴുവൻ നമുക്ക് ഇവിടെ ജീവിക്കേണ്ടതിനുള്ള നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സാമ്പിൾസ് ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടാണല്ലോ പോയിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈശോയെ ആഗ്രഹിക്കുന്നുണ്ട് നമ്മളും എന്ത് ചെയ്യണമെന്ന്. നമ്മുടെ ലൈഫിൽ ഓരോ കാര്യങ്ങളും ഈശോയോട് പ്ലാൻ ചെയ്തിട്ട് ഈശോയുടെ കൂട്ടുകൂടി ചെയ്യണമെന്ന് ഈശോയെ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒത്തിരി ഇമ്പോർട്ടൻ്റാ. എൻ്റെ ജീവിതത്തിൽ ഈശോയായിട്ട് കൂട്ടുകൂടാൻ വേണ്ടിയിട്ട്, ഈശോയായിട്ട് അടുക്കാൻ വേണ്ടിയിട്ട്, ഈശോയുടെ സ്നേഹം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്ത ഒരു കാര്യത്തെ പറ്റി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. വേറെ ഒന്നുമല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം വിശുദ്ധ കുർബാന. ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രകടനമാണല്ലോ വിശുദ്ധ കുർബാന. യോഹന്നാന്റെ സുവിശേഷം 3-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തിന് അത്രമാത്രം സ്നേഹിച്ചു. തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: അടിച്ചവർക്ക് പുറവും താടി വീശ പറിച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു. നിന്നയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല. അടിച്ചവർക്ക് പുറവും താടി വീശ പറിച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു. നിന്നയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല. നമ്മുടെ ഡാനിയേൽ അച്ഛനൊക്കെ ഉണ്ടല്ലോ, അച്ഛൻ്റെ ചില ടോക്കുകളിലൊക്കെ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വിശുദ്ധ കുർബാനയാകാൻ വേണ്ടി നമ്മോട് കൂടി ആയിരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഈശോ സഹിച്ച അത്രയും സഹനങ്ങൾ വേറെ ഒരു അനുഗ്രഹങ്ങളും വാങ്ങിത്തരാൻ വേണ്ടിയിട്ട്, നമുക്കൊരു ജോലി വാങ്ങിത്തരാൻ വേണ്ടിയിട്ടോ, നമുക്ക് രോഗസൗഖ്യം തരാൻ വേണ്ടിയിട്ടോ, നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളൊക്കെ സാധിച്ചു തരാൻ വേണ്ടിയിട്ടോ, നമുക്ക് വേറെ ഒരു അനുഗ്രഹം വാങ്ങിത്തരാൻ വേണ്ടിയിട്ടോ ഈശോ ഇത്ര മാത്രം സഹിച്ചിട്ടില്ല. ശുദ്ധ കുർബാനയാകാൻ വേണ്ടി നമ്മോട് കൂടെ ആയിരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് തമ്പുരാനുണ്ടല്ലോ തന്റെ ശരീരത്തിൽ അത്രമാത്രം സഹിച്ചു. മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനാക്കപ്പെട്ടു നമ്മോടുള്ള സ്നേഹത്തിൽ. മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനാക്കപ്പെട്ടു നമ്മോടുള്ള സ്നേഹത്തിൽ പ്രതിയാണ്. വില കൊടുത്ത് ഓരോ വിശുദ്ധ കുർബാനയെ സംബന്ധിക്കണം കേട്ടോ. ഇത്തിരി ത്യാഗങ്ങളൊക്കെ എടുത്ത് ഇച്ചിരി കഷ്ടപ്പാടൊക്കെ സഹിച്ച് വിശുദ്ധ കുർബാനയെ സംബന്ധിക്കണേ. ഒരു വിശുദ്ധ കുർബാന പോലും മുടക്കരുത്. ഓരോ വിശുദ്ധം പറഞ്ഞിങ്ങനെ കേട്ടിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഭക്തിയോടെയും ബഹുമാനത്തോടെയൊക്കെ ഒരുക്കത്തോടെയൊക്കെ അർപ്പിക്കുന്ന ഒരു ബലി മരിച്ചു കഴിഞ്ഞ് നമുക്ക് വേണ്ടി അർപ്പിക്കപ്പെടുന്ന 1000 ബലികളുടെ ഫലം ചെയ്യുന്നതാണ് പറയുന്നത്. വില കൊടുത്ത് ഓരോ വിശുദ്ധ കുർബാനയെ സംബന്ധിക്കാണ്ട് ഒത്തിരി ത്യാഗം. നമ്മുടെ ക്ഷീണമോ തളർച്ചയോ മടിയോ അതിലൊന്നും അല്ല ഇവിടെ കാര്യം. തമ്പുരാന്റെ ബലി ഓരോ ആൾക്കാരുകളിലും അർപ്പിക്കപ്പെടുക. വില കൊടുത്ത് ഓരോ വിശുദ്ധ കുർബാനയെ സംബന്ധിക്കണം. കുറച്ച് ത്യാഗങ്ങളൊക്കെ എടുത്ത് കഷ്ടപ്പാടുകളൊക്കെ സഹിച്ച്, ഇപ്പൊ ഫാനില്ല ഞാൻ പുറത്ത് പോയി നിൽക്കാം, ഇപ്പൊ കസാരയില്ല കുറച്ച് പുറത്ത് മാറി നിൽക്കാം, അവര് കളിക്കുന്നുണ്ടെന്നാൽ പിന്നെ അവർ ഇങ്ങോട്ടും നോക്കി നിൽക്കണം. വിശുദ്ധ കുർബാന എനിക്ക് ശ്രദ്ധിക്കാൻ എനിക്ക് മൂടില്ല. അങ്ങനെ നമ്മുടെ മൂടോ നമ്മുടെ കാര്യങ്ങളൊന്നും അല്ല. തമ്പുരാന്റെ ബലി ആൾക്കാരെ നടക്കുമ്പോഴത്തേനും ഒത്തിരി ആഗ്രഹത്തോടെ ഒരുക്കത്തോടെ സ്നേഹത്തോടെ വിശുദ്ധ കുർബാനയെ സംബന്ധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണേ. വിശുദ്ധ അഗസ്തീനോസ് ഇങ്ങനെ പറയുന്നുണ്ട്: വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായി നീ വയ്ക്കുന്ന ഓരോ ചുവടിനും സ്വർഗം വലിയ വില കൽപ്പിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായി നീ വയ്ക്കുന്ന ഓരോ ചുവടിനും സ്വർഗം വലിയ പ്രതിഫലം തരുമെന്നാണ് പറയുന്നത്. നമ്മുടെ കണ്ണിന് ഇങ്ങനെ കാണാൻ പറ്റില്ലെങ്കിലും വിശുദ്ധ കുർബാന നടക്കുമ്പോൾ ആ ദേവാലയത്തിനകത്ത് മാതാവും മാലാഖമാരും സകല വിശുദ്ധരും സ്വർഗം മുഴുവൻ ഇങ്ങനെ സന്നിഹിതമായിരിക്കുമ്പോൾ ആ ആൾക്കാർക്ക് മുന്നിൽ ഇങ്ങനെ ചെന്ന് നിൽക്കാനും അതിനെ വലിയ സംബന്ധിക്കാനും വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു അവസരം ഇത്ര വലിയ അനുഗ്രഹമാണെന്ന് പറയണേ. നമ്മുടെ കണ്ണിന് ഇങ്ങനെ കാണാൻ പറ്റുന്നില്ലെങ്കിലും ശരിക്കും സ്വർഗം മുഴുവൻ ആ ആൾക്കാരെ സന്നിഹിതമാണ്. സ്വർഗത്തിന്റെ ഉന്ന ആസ്വാദനമാണ് നമ്മൾ അവിടെ നടക്കുന്നത്, ഓരോ ആൾക്കാരെയും നടക്കുന്നത്. വിശുദ്ധ കുർബാന എന്ന് പറയുമ്പോഴത്തേനും സ്നേഹത്തിന്റെ ഉദാശയാണല്ലോ.
വിശുദ്ധ കുർബാനയിൽ ഒരു കുർബാനയൊക്കെ എടുത്ത് ഇത്തിരി ശ്രദ്ധയോടെ പങ്കെടുത്തു കഴിഞ്ഞാൽ വിശുദ്ധ കുർബാനയിലെ ഓരോ വരികളിലും ഈശോ നമ്മളോട് കാണിക്കുന്ന സ്നേഹവും കരുണയും കരുതലും ഒക്കെയാണ് കാണാൻ പറ്റുന്നത്. ഈശോയുടെ സ്നേഹത്തിനുണ്ടല്ലോ ഒരു എക്സ്പെക്ടേഷനും ഇല്ല. ഈശോ ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല നീ ഇങ്ങനെ ആയാലും ഞാൻ നിന്നെ സ്നേഹിക്കുള്ളൂ, നീ അങ്ങനെ ചെയ്യണം, നീ ഇങ്ങനെ ആവണം, അങ്ങനെയൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ ലോകത്ത് ആര് നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അവരുടെ സ്നേഹത്തിലൊക്കെ എക്സ്പെക്ടേഷൻ ഉണ്ട്. അവർ നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ആ കാര്യം നടന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ സ്നേഹത്തിന് കുറവ് സംഭവിക്കും. അവരുടെ എക്സ്പെക്ടേഷൻ നമ്മൾ മീറ്റ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ സ്നേഹത്തിനൊക്കെ കുറവ് സംഭവിക്കും. പക്ഷെ ഈശോ ഉണ്ടല്ലോ ഒന്നും നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നില്ലേ? പാപിയാണോ? സാരമില്ല, നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ തിരഞ്ഞിട്ട് ആ 99 എണ്ണത്തിനെ അവിടെ വിട്ട് പോകുന്നവനാണ് നമ്മുടെ അവിടെ. എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടോ, ബലഹീനതകളൊക്കെ ഉണ്ടോ? സാരമില്ല, നമ്മുടെ ഹൃദയങ്ങൾ അറിയുന്നവനാണ് നമ്മുടെ അവിടെ. ഇപ്പോ നാളെ കുറിച്ച് ആകുലതയോ എനിക്കറിയത്തില്ല എന്റെ ജീവിതം എങ്ങോട്ടാ പോകുന്നതെന്ന്, എനിക്ക് ആരും ആശ്രയമില്ല, മറ്റുള്ളവരിലൊന്നും ആശ്രയിക്കാൻ പറ്റുന്നില്ല, ആശ്രയിക്കാൻ പറ്റുന്ന ഏക അഭയം തമ്പുരാനാ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നത് ശരിക്കും തമ്പുരാനിലാണ്. വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ ഇങ്ങനെ പറയുന്നുണ്ട്, ലോകത്തിലെ സകല പ്രശ്നങ്ങളുടെയും പരിഹാരം അൾത്താരയിൽ ഇരിക്കുന്ന ഈ ചെറിയ തിരുവോസ്തിയിലാണ്. ലോകത്തിലെ സകല പ്രശ്നങ്ങളുടെയും പരിഹാരം അൾത്താരയിൽ ഇരിക്കുന്ന ഈ ചെറിയ തിരുവോസ്തിയിലാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യ ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി എന്റെ പ്രിയനാഥൻ സ്വർഗം ഒളിച്ചു വെച്ചിരിക്കുന്നത് ഈ തിരുവോസ്തിയിലാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് വേണ്ടി എന്റെ പ്രിയനാഥൻ സ്വർഗം മുഴുവൻ ഒളിച്ചു വെച്ചിരിക്കുന്നത് ഈ കൊച്ചു തിരുവോസ്തിയിലാണ്. എല്ലാവരും നമ്മളേക്കാവും. ഇന്ന് നമ്മൾ കുമ്പസാരത്തിന് വേണ്ടി ഒരുങ്ങുമ്പോഴത്തേനും പാപങ്ങളൊക്കെ ഓർത്തെടുത്ത് നല്ലൊരു കുമ്പസാരം നടത്താൻ വേണ്ടി പോകുമ്പോഴത്തേനും വിശുദ്ധ കുർബാനയോട് കാണിച്ച അവഗണനയും ഈശോയെ വേണ്ടത്ര ഒരുക്കത്തോടെയും ഭക്തിയോടെയൊക്കെ സ്വീകരിക്കാതെ പോയ ഓരോ സമയത്തെയൊക്കെ ഓർക്കാവേ. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ എത്ര ഭാഗ്യപ്പെട്ടവരാണ്. ഈശോ നമ്മളെ തിരഞ്ഞെടുത്തേക്കുവോ? മാമോദിസ നോക്കി നമ്മൾ ക്രിസ്ത്യാനിയായി എന്നതിലുപരി ഈശോ നമ്മളെ വിളിച്ചേക്കുവാ. ഈശോയാൽ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഈശോയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്നും സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം ഈശോ നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. വിശുദ്ധ കുർബാനയായിട്ട് ഓരോ ബലിയിലൂടെയും ഈശോ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ എഴുന്നേറ്റ് വരുവാണേ. ഇത്ര ഒരുക്കത്തോടെയും ഭക്തിയോടെയും ആഗ്രഹത്തോടെയും ഒക്കെ ഈശോയെ ഓരോ ഘട്ടവും നമ്മൾ സ്വീകരിച്ചത് എന്ന് നമുക്ക് ഓർക്കാവേ. ഈശോ നമ്മളെ ഒത്തിരി അധികമായി സ്നേഹിക്കുന്നുണ്ട്. ഈശോ നമ്മളെ ഓരോരുത്തരെയും വലിയ വിലയോടെ കാണുന്നത്. നമുക്ക് വലിയ വിലയുണ്ട് ഈശോയുടെ മുന്നിൽ. നമ്മുടെ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഈശോയ്ക്ക് നമ്മൾ എന്ത് സ്ഥാനമാണ് കൊടുക്കുന്നതെന്ന് ഈ ഒരു സമയം നമുക്ക് ഓർക്കാവേ. 24 മണിക്കൂറിൽ ഈശോയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ എന്ത് സ്ഥാനമാണ്? 24 മണിക്കൂറിൽ എത്ര നേരം നമ്മൾ ഈശോയ്ക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്? ഈശോ നമ്മളെ ഒത്തിരി അധികമായി സ്നേഹിക്കുന്നു. ഈശോ സ്നേഹിക്കുന്നത് പോലെ നമുക്ക് ഈശോയെ തിരിച്ച് സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ? ഈ ഒരു സമയം കാൽവരിയിൽ തമ്പുരാന്റെ കുരിശുമരണം നടക്കുന്നിടത്തേക്ക് ഈ ഒരു സമയം നമുക്ക് പോകാവേ. ഒത്തിരി ഒച്ചപ്പാടും ബഹളമൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. തമ്പുരാന് വേണ്ടിയുള്ള കുരിശൊക്കെ ഒരുക്കുന്നുണ്ട്. പടയാളികളൊക്കെ ഈശോയെ നോക്കി കളിയാക്കി ചിരിക്കുക, അട്ടഹസിക്കുക. യോഹന്നാനും മാതാവും ഒക്കെ ഉണ്ട്. ശരീരമാകെ മുറിവുകളൊക്കെ ഏറ്റ് ക്ഷീണിച്ച് തളർന്നിരിക്കുക. ഈശോയുടെ തലയിൽ മുൾമുടിയുണ്ട്. മാതാവത്തിലേക്ക് കൊടുത്ത കുപ്പായം ഈശോ ഇട്ടിരിക്കുന്നത്. ആ കുപ്പായത്തിലേക്ക് നോക്കി ചോരയിൽ ഇങ്ങനെ ഒട്ടിയിരിക്കുക. ഈശോയുടെ ശരീരത്തിന് ഇത്തിരി സ്ഥലം പോലുമില്ല മുറിവുകളില്ലാത്ത ഒത്തിരി മുറിവുകളാണ്. സമയം ഈശോ ഉണ്ടല്ലോ നമ്മുടെ മുന്നിൽ ഇങ്ങനെ മുട്ടുകുത്തി നിൽക്കുക. നമ്മൾ ഈശോയുടെ അടുത്തേക്ക് ചെല്ലുക. ഈശോയുടെ കണ്ണുകളിലേക്ക് നോക്കി ഇത്തിരി തളർന്നിരിക്കുക. ഇത്തിരി ക്ഷീണം ഈശോയുടെ കണ്ണിൽ. പക്ഷെ നമ്മുടെ കണ്ണുകളിലേക്ക് ഇങ്ങനെ നോക്കി പറയുക, ഓരോ മുറിവുകളും ഈ പീഡനങ്ങളെല്ലാം ഞാൻ എൻ്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങിയത് നിനക്ക് വേണ്ടിയാണ്, നിന്നോടുള്ള സ്നേഹത്തെ പ്രതിയാണ്, നിനക്ക് വേണ്ടി വിശുദ്ധ കുർബാനയാകാൻ വേണ്ടിയിട്ടാണ്.
പേര് വിളിച്ച് ഈ സമയം ഈശോ പറയുക, പേര് വിളിക്കുന്നുണ്ട്. പേര് വിളിച്ച് ഈശോ ഈ സമയം നമ്മളോട് സംസാരിക്കുക, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ഈ സമയം ഈശോയെ നമ്മൾ സ്നേഹിക്കാൻ വേണ്ടി പോവാം. ജീവിതത്തിൽ ഇന്ന് വരെ ഈശോയെ സ്നേഹിച്ചിട്ടില്ലാത്തതുപോലെ അത്രമാത്രം അധികമായിട്ട് ഈശോയെ നമ്മൾ സ്നേഹിക്കാൻ വേണ്ടി പോവുകയാണെ. ഈശോയുടെ തലയിലുള്ള ആ മുൾമുടി പയ്യെ നമ്മളെടുത്ത് താഴെ വെക്കുക. ഈശോയ്ക്ക് ഒത്തിരി വേദന ആ മുൾമുടി കൊടുക്കുന്നത്. ആ മുൾമുടി പയ്യെ ഊരി താഴേക്ക് വെച്ചിട്ട് ഈശോയുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കാവോ? ഈശോയ്ക്ക് ഒരു ഉമ്മ കൊടുത്തിട്ട് ഈശോയോട് പറയുക, നമ്മുടെ ചുണ്ടുകളിങ്ങനെ അനങ്ങണേ. ഒച്ച കേൾക്കണമെന്നില്ല, ചുണ്ടുകളിങ്ങനെ അനങ്ങുന്നത് ഈശോ കാണണം. എൻ്റെ ഈശോയെ, ചുണ്ടുകൾ അനങ്ങട്ടെ. എൻ്റെ ഈശോയെ, ഈ ലോകത്തെക്കാൾ ഉപരിയായി, എൻ്റെ ജീവനേക്കാൾ ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ ഈശോയെ, ഈ ലോകത്തെക്കാൾ ഉപരിയായി, എൻ്റെ ജീവനേക്കാൾ ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ, തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ, സ്നേഹമേ പ്രേമമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. സ്നേഹമേ പ്രേമമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. എൻ പ്രേമഗീതമാ എൻ്റെ യേശുനാഥനേ, എൻ ജീവനെ കാണും നീ വലിയതാണെനിക്ക്. എൻ ജീവനെ കാണും നീ വലിയതാണെനിക്ക്. എല്ലാവരും കണ്ടു നോക്കാവോ? പീറ്റർ ദി റിഡംഷൻ എന്ന് പറയുന്ന സിനിമയുണ്ട്. ആ സിനിമയിൽ പത്രോസ്ലീഹായുടെ ജീവിതത്തിൽ അവസാന സമയങ്ങളെ ഇങ്ങനെ കാണിക്കുന്നത്. നീറോ ചക്രവർത്തിയുടെ കീഴിൽ ഇങ്ങനെ ജയിലിലായിരിക്കുക, റോമായിൽ ഇങ്ങനെ ജയിലായിരിക്കുക പത്രോസ്ലീഹ. അപ്പോൾ ആ സിനിമയിൽ ഉടനീളം ഇങ്ങനെ കാണുന്നുണ്ട്, 3 വർഷം തമ്പുരാന്റെ കൂടെ നടന്നിട്ട് അവസാനം ഈശോയെ തള്ളി പറയണമെന്നല്ലോ പത്രോസ്ലീഹയ്ക്ക്. അതിൻ്റെ ഒരു ഗിൽറ്റിലാണ് പത്രോസ്ലീഹ ഇങ്ങനെ ആയിരിക്കുന്നത്. അപ്പോൾ ഈ ആ സിനിമയിൽ ഉടനീളം ഇങ്ങനെ കാണാം. അപ്പോൾ അവസാനം പത്രോസ്ലീഹായ്ക്ക് കുരിശുമരണം വിധിച്ചു, കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ നീറോ ചക്രവർത്തിയുടെ ജന്മദിനത്തിൽ നിന്നാണ് കൊല്ലുന്നത്. അപ്പോൾ പത്രോസ്ലീഹായോട് ഇങ്ങനെ നീറോ ചക്രവർത്തി ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ലാസ്റ്റ് വിഷയമുണ്ടോ? അപ്പോൾ പത്രോസ്ലീഹ ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ തമ്പുരാനെ കുരിശ് തറച്ചതുപോലെ നേരെ കുരിശ് കടക്കാനുള്ള ഒരു യോഗ്യത എനിക്കില്ല, അതുകൊണ്ട് എന്നെ തല കീഴായി കുരിശ് തറച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നീറോ ചക്രവർത്തി അത് സമ്മതിച്ചു. അങ്ങനെ പത്രോസ്ലീഹ ഇങ്ങനെ കുരിശിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പയ്യെ നടക്കുക. അപ്പോൾ പത്രോസ്ലീഹ കുരിശിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടക്കുമ്പോൾ വളരെ ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും സന്തോഷത്തോടെയും ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ പറയുന്നുണ്ട്, ദിസ് ടൈം ഐ വിൽ നെവർ ഫെയിൽ ലോർഡ്, ദിസ് ടൈം ഐ വിൽ നെവർ ഫെയിൽ ലോർഡ്. ഈ പത്രോസ്ലീഹായും തോമാസ്ലീഹായും ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഈശോയെ കണ്ടു, ഈശോയെ തൊട്ടു. അങ്ങനെ പൗലോസ്ലീഹായ്ക്ക് ഈശോയെ പറ്റി ഇങ്ങനെ കേട്ടറിഞ്ഞു. അങ്ങനെയുള്ള വിശ്വാസം അവർക്കുള്ളത്. നമ്മുടെ കാര്യം ഓർത്തു നോക്കി, നമ്മുടെ തമ്പുരാനെ രുചിച്ചറിയുന്നു, ഈശോയെ രുചിച്ചറിയുന്നവരാണ് നമ്മൾ. പത്രോസ്ലീഹായും പൗലോസ്ലീഹായും എല്ലാ സ്ലീഹന്മാരും രക്തസാക്ഷികളും വിശുദ്ധരിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ഈശോയ്ക്ക് വേണ്ടിയുള്ള ഒരു തീക്ഷ്ണതയുണ്ടല്ലോ, ഈശോയെ രുചിച്ചറിയുന്ന നമുക്കുണ്ടാകാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും നമുക്ക് പ്രാർത്ഥിക്കാവേ. അവരുടെ ഹൃദയത്തിലൊക്കെ കത്തി എറിഞ്ഞുകൊണ്ടിരുന്ന ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാവേ. വിശുദ്ധ കുർബാന ഇല്ലാത്ത ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ. വിശുദ്ധ കുർബാനയിൽ നിന്നും ശക്തി ആർജിച്ച് ഓരോ ദിവസവും സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇത്ര ധൈര്യത്തോടെ ഇവിടെ വന്നത് ഈ മൈക്കിൽ എത്ര ഉറക്കെ സംസാരിക്കണമെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഈശോയോട് കൂട്ടുപോകുന്നതിന് മുന്നേ ഉള്ള എന്നെയും ഈശോയായിട്ട് കൂട്ടുകൂടി കഴിഞ്ഞിട്ടുള്ള എന്നെയും എനിക്കറിയാം. അത് തമ്മിലുള്ള വ്യത്യാസം എനിക്കറിയാവേ. ഞാനൊരു കാര്യം പറയാം, ഈ ബലിപീഠത്തിലുണ്ടല്ലോ, ഈ ബലിപീഠത്തിൽ അഴിയാത്ത കെട്ടുകളില്ല. ഈ ബലിപീഠത്തിൽ കൊണ്ടുവച്ചിട്ട് അഴിയാത്ത കെട്ടുകളില്ല. ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്ത് സങ്കടം ഉണ്ടെങ്കിലും ഈ അൽത്തറയിലേക്ക് ഓടിയോ,
ഈ സക്രാരി ഇരിക്കാൻ തമ്പുരാനുണ്ടല്ലോ, നിങ്ങളെ കാത്തിരിക്കുക. എല്ലാ പ്രശ്നങ്ങളിലും നിങ്ങളുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളോട് കൂട്ടായിരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചുകൊണ്ട്, ഈശോ നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് ഈ സക്രാരിയിൽ നിങ്ങളെ കാത്തിരിക്കുക. ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, വിഷമങ്ങളുണ്ടെങ്കിലും, സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ അൾത്താരയിലേക്ക് ഓടുക, ഈ സക്രാരിയിലേക്ക് ഓടുക. ഈ ബലിപീഠത്തിന് വിശുദ്ധ കുർബാനയിൽ അഴിയാത്ത കെട്ടുകളില്ല. ഈ വിശുദ്ധ കുർബാനയിൽ നിന്നും ശക്തി ആർജിച്ച് ഓരോ ദിവസവും സ്റ്റാർട്ട് ചെയ്യാവേ. വിശുദ്ധ കുർബാനയിൽ നിന്നും ഈശോയുടെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ ഇങ്ങനെ നിറച്ച് മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ പകർന്നു കൊടുക്കാം. ഈശോയുടെ സ്നേഹം കൊണ്ട് ഒത്തിരി ആത്മാക്കളെ നമുക്ക് നേടാൻ വേണ്ടിയുണ്ട്. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. വെള്ളത്തിന് വേണ്ടിയല്ല ഈശോ ദാഹിച്ചത്, വെള്ളം കുടിക്കാൻ വേണ്ടിയല്ല ഈശോ ദാഹിച്ചത്. ഈശോ ആത്മാക്കൾക്ക് വേണ്ടി ഇങ്ങനെ ദാഹിക്കുക. ഈ ഒരു കാലഘട്ടത്തിൽ ഈശോയെ അറിഞ്ഞിട്ടും അറിയാതെ നടിച്ച്, അറിഞ്ഞിട്ടും അറിയാതെ നടിച്ചിട്ടും ഒത്തിരി ആത്മാക്കൾ ഇങ്ങനെ നഷ്ടപ്പെടുവാണ്. ഈശോയുടെ സ്നേഹം, വിശുദ്ധ കുർബാനയിൽ നിന്ന് ഈശോയുടെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നിറച്ച് ഒത്തിരി ആത്മാക്കളെ നമുക്ക് നേടാവേ. ഈശോയുടെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാം. അതിനുള്ള ശക്തിക്ക് വേണ്ടി ഓരോ ദിവസവും, അതിനുള്ള കൃപയ്ക്ക് വേണ്ടി ഓരോ ദിവസവും നമുക്ക് പ്രാർത്ഥിക്കാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.